UDF നേതാക്കന്മാർ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ അവസാന ഘട്ടമാണ്. എൻ്റെ ചില സ്നേഹിതന്മാരിവിടെ വന്ന് മുസ്ലിം ലീഗ് ചെയ്യുന്ന ബൈത്തുർ റഹ്മ പോലുള്ള മാതൃകാപരമായ പദ്ധതി, ജാതി മതങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ കഴിയില്ലെങ്കിൽ നമ്മൾ ചെയ്യാതിരിക്കുക, ചെയ്യുന്നത് പരിഹസിക്കാതിരിക്കുക എന്നതിനെപ്പറ്റി എനിക്ക് മാത്രം പറയാം. പിന്നെ ഈ സ്നേഹത്തോട് എനിക്ക് ചോദിക്കാനുള്ളത്, 19-ാം വാർഡിൽ വന്ന് ഈ പ്രസംഗം ചെയ്യാനുള്ള ധൈര്യം മൊയ്തീൻ മാഷിനുണ്ടോ? ഞാൻ ഈ 19-ാം വാർഡിൽ പറയുമ്പോൾ ഞാൻ വിശദീകരിക്കുന്നില്ല. ഇവിടുത്തെ കോൺഗ്രസ്സുകാർക്ക് അറിയാം, ലീഗുകാർക്കും അറിയാം. മാഷ് സ്ഥിരം വേദിയാണ് ആന്തിരിക്കുന്നത്. രാവും പകലും കഷ്ടപ്പെട്ട് മാഷക്ക് പൊതുയോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ചായ കൊണ്ടുപോയി കൊടുക്കുന്ന കുഞ്ഞാത്തനും വേണ്ടി 19-ാം വാർഡിലെ ലീഗിൻ്റെ പ്രവർത്തകന്മാർ പിടിക്കണങ്ങാതി ഇപ്പോൾ ബൈക്ക് റാലി നടത്തുക. അവിടെ പോയിട്ട് പ്രസംഗിക്കാം. വാഴയൂർ പോയിട്ട് രോഹിൽനാഥ്, അപ്പം ഞങ്ങളിതിന് ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, നിങ്ങൾക്കറിയാം, അതിന് നമ്മൾ തുറന്നു പറയാം. രോഹിൽനാഥ് മത്സരിക്കുന്ന അവിടെ പോയി മുസ്ലിം ലീഗിനെതിരായി പ്രസംഗിക്കാൻ ആ വിഭാഗത്തിൻ്റെ നേതാവ് എന്നറിയപ്പെടുന്ന എൻ്റെ സ്നേഹിതൻ തയ്യാറാവും. എന്താ ഈ ആരക്കപ്പുറമ്പിൽ പിടിക്ക് പരാതിക്കുന്ന മാത്രം വ്യത്യാസം? ഇവിടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ലീഗ് 40 ഫലമായി വരുന്ന ബന്ധമാണ് പുലിക്കൽ പഞ്ചായത്തിൽ. അത് ഈ പഞ്ചായത്തിൽ ഒരുപാട് നേട്ടങ്ങളുണ്ടാക്കിയിട്ടുണ്ട്. ആ നേട്ടങ്ങൾ വെച്ചുകൊണ്ടാണ് ഞങ്ങൾ വോട്ടുകൾ ചോദിക്കുന്നത്. ഈ മുന്നണി ഇന്ദിരാഗാന്ധിയും ബാപ്പയ്ക്ക് തങ്ങളുണ്ടാക്കിയ മുന്നണിയാണ്. പ്രാദേശികമായി ചില സ്ഥലത്ത് അഭിപ്രായ വ്യത്യാസം കൊണ്ടുപോയിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. പക്ഷെ അത് എന്തിനാ ഇങ്ങോട്ട് കിടക്കുന്നത്? ഇങ്ങോട്ട് പറഞ്ഞ സ്വന്തം മകനും വേണ്ടിയായിരുന്നു. അതായിരിക്കും എനിക്ക് തോന്നുന്നു. മകൻ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ബാപ്പാർക്ക് അവസാന ഘട്ടത്തിൽ മകനും വളരെ ദയനീയമായി പരാജയപ്പെടാൻ പോകുമ്പോൾ ചില പ്രയാസങ്ങളുണ്ടാവും, വിഭ്രാന്തികളുണ്ടാവും. അത് ഞങ്ങൾ ഉത്തരവാദിയില്ല. മര്യാദയ്ക്ക് ആ കുട്ടി കോൺഗ്രസിൻ്റെ സെക്രട്ടറിയായിട്ട് വർക്ക് ചെയ്യും. അതിനെ പിടിച്ചത് എൻ്റെ സോദരൻ്റെ എൻ്റെ പേര് വെച്ചാൽ പിടിച്ച് നിർത്തത്തെ യാതൊരു കാര്യമില്ല. ആ കഥയോട് ഞാൻ വല്ലാതെ വിശദീകരിക്കുന്നില്ല. നമ്മളൊക്കെ നാളെ കാണേണ്ട ആളുകളാണ്. വളരെ ഒറ്റ കാര്യം എനിക്ക് പറയാം. പുലിക്കൽ പഞ്ചായത്തിൽ UDF ഒറ്റക്കെട്ടാണ്. ഞങ്ങൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ വളരെ യോജിച്ച പ്രവർത്തനം. 3 വാർഡിൽ കോൺഗ്രസിൻ്റെ റെബൽ മത്സരിക്കുന്നപ്പോൾ ലീഗിൻ്റെ ഭാഗത്ത് ഒരു ചെറിയ അടക്കം പോലും ഉണ്ടായില്ല. മാന്യത കാണിച്ച് പുലിക്കൽ പഞ്ചായത്തിൽ മത്സരിച്ചു. ഒരു കൊട്ടപ്പുറത്ത് മാത്രമാണ് ചെറിയൊരു, അവിടെ പാണക്കാട്ട് തങ്ങൾ നേരിട്ട് വന്നു. വളരെ മാന്യമായ സമീപനമാണ് പുലിക്കൽ പഞ്ചായത്തിലെ മുസ്ലിം ലീഗ് കാണിക്കുന്നത്. ആ മാന്യത കുറച്ചെങ്കിലും മാഷെ നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റുന്നു. അതുകൊണ്ട് ദീർഘമായി ഞാൻ സംസാരിക്കുന്നില്ല. എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, വിച്ചാപ്പൂവിന് വലിയ ഭൂരിപക്ഷം ഞങ്ങളുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലേക്ക്, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വലിയ ഭൂരിപക്ഷം നൽകണം. എൻ്റെ സ്നേഹിതൻ C. മുഹമ്മദ് മാഷക്കും വലിയ ഭൂരിപക്ഷം നൽകണം. ഇനി C. മുഹമ്മദ് മാഷെ പറ്റി ചില കാര്യങ്ങൾ പറയാനുള്ള ഞാൻ ആരൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞേക്കാം. അത് അവിടുന്ന് പറഞ്ഞാൽ മതി, ഇവിടുന്ന് പറയാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അതുകൊണ്ട് എല്ലാവരും എനിക്ക് ഇനി പുലിക്കൽ പരിപാടി പങ്കെടുക്കാനുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായി. അങ്ങനെ ചില ജൽപ്പനങ്ങളൊക്കെ അവസാനം വരും. ചിലപ്പോൾ ഞാൻ പ്രസംഗിച്ച് പോയി കഴിഞ്ഞ ഉടനെ തന്നെ വരും. വന്നിട്ടാണെങ്കിൽ അതൊക്കെ സ്വാഭാവികമായും മക്കൾക്ക് വേണ്ടി ഇപ്പം നമ്മൾ കാണാണല്ലോ. അച്യുതാനന്ദൻ നല്ല ആളാണെന്നാണ് പറയാറ്. പക്ഷെ മകനും വേണ്ടി മകൻ അഴിമതി നടത്തി പറഞ്ഞപ്പോൾ മൂപ്പർക്ക് വളരെ പ്രയാസമുണ്ട്. മകനെ സംരക്ഷിക്കേണ്ടത്. അങ്ങനെ ചില പിതാക്കന്മാർക്കുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ. നമസ്കാരം ചെയ്യും. ഏഴാമ്പാട് സ്ഥാനാർത്ഥി കീഴങ്ങ് മുഹമ്മദ് മാഷ്.